വീഡിയോസിലൊക്കെ നമ്മൾ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ 3 ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സുകൾ അക്കൗണ്ടിങ് സൈക്കിളും ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സും ആണ്. അക്കൗണ്ടിങ് സൈക്കിൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. +1 നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അക്കൗണ്ടിങ് സൈക്കിൾ അല്ലെ. നമുക്കറിയാം സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരറ്റം തുടങ്ങി ഒരറ്റത്ത് അവസാനിക്കുന്നതാണ്. അപ്പൊ അക്കൗണ്ടിങ് സൈക്കിളിലും നമുക്ക് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകണം. കഴിഞ്ഞ ടോപ്പിക്സിലൊക്കെ നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു കോമ്പണന്റിനെ പറ്റി പറഞ്ഞു. നമ്മൾ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തു പോവാന്നുള്ളത്. നമ്മുടെ അക്കൗണ്ടിങ് സൈക്കിളിലെ ആ ഡിഫറെന്റ് സ്റ്റേജസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ജേർണൽ. നമ്മൾ ജേർണൽ എൻട്രീസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിനെ തന്നെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? പോസ്റ്റിംഗ് ഓഫ് ജേർണൽ എൻട്രീസ് ടു ലെഡ്ജർ അക്കൗണ്ട്സ്. ജേർണൽ എൻട്രീസിനെ നമ്മൾ എന്തിലേക്ക്? ലെഡ്ജേഴ്സ്, ഓരോരോ സെപ്പറേറ്റ് ലെഡ്ജേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. പർച്ചേസിന് ലെഡ്ജർ, സെയിൽസിന് ലെഡ്ജർ, അങ്ങനെ നമ്മൾ ഓരോ ലെഡ്ജേഴ്സ് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ജേർണൽ എൻട്രീസിനെ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഫ്രം ബാലൻസ് ഓഫ് അക്കൗണ്ട്സ്. ട്രയൽ ബാലൻസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ, നമ്മൾ +1 പഠിച്ചു വരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അടുത്ത സ്റ്റേജ് എന്താ? നാലാമത്തെ സ്റ്റേജ് എന്താ? പാസിംഗ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റേജ് വരുന്നത്. അപ്പൊ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ജേർണൽ തുടങ്ങി പാസിംഗ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് വരെ എത്തി. ഇനി എന്തൊക്കെ ചെയ്യണം? പ്രിപ്പറേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്, പാസിംഗ് ക്ലോസിംഗ് എൻട്രീസ്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എന്തായി? നമ്മുടെ ആ സൈക്കിള് പൂർത്തീകരിച്ചു അല്ലെ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ്. അപ്പോൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് മുതൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയാണ് നമ്മുടെ അക്കൗണ്ടിങ് സൈക്കിള് വരുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക് നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ടോപ്പിക് വരുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ആണ്. അപ്പൊ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സൈക്കിൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഇവിടെ പറയുന്നത്. അധികവും എക്സാമിന് ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു ടോപ്പിക് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ഇനി പറയാൻ പോകുന്ന ടോപ്പിക് മസ്റ്റ് ആയിട്ടും നോക്കി പോകേണ്ട, എക്സാമിന് നോക്കി പോകേണ്ട ഒരു ടോപ്പിക് ആണ്. കാരണം ഇത് ചോദിച്ച് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോയാലോ? യെസ്, ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ്. എന്താണ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ്? അക്കൗണ്ട്സിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഓരോന്നും ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വഭാവം അനുസരിച്ച് നമുക്ക് അക്കൗണ്ട്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പല ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഇക്വേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേട്ട് വന്ന ടേംസ് തന്നെയാണ്. അക്കൗണ്ട്സ് പഠിച്ച് തുടങ്ങിയ സമയം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ടേംസ് തന്നെയാണ്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇൻകം, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ടേംസ് തന്നെയാണ്. ഓക്കെ, നമ്മളപ്പോ ഇക്വേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇക്വേഷൻ എന്താണ്? അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ പ്ലസ് റവന്യൂ മൈനസ് എക്സ്പെൻസസ് അല്ലെ. അപ്പൊ അസറ്റിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, ലയബിലിറ്റീസിൽ എന്തൊക്കെ വരും, ക്യാപിറ്റലിൽ എന്തൊക്കെ വരും, റവന്യൂവിൽ എന്തൊക്കെ വരും, എക്സ്പെൻസിൽ എന്തൊക്കെ വരും, ഇതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസ്, ഇങ്ങനെ 5 ആയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അസറ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും അല്ലെ. അസറ്റ്സിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. അതിൽ ഫിക്സഡ് അസറ്റിൽ എന്തൊക്കെ വരും? ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇതൊക്കെ നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് ആണ് അല്ലെ. പിന്നെ കറണ്ട് അസറ്റ്സ് എന്താ? ക്യാഷ്, ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ നമ്മുടെ കറണ്ട് അസറ്റ്സ് ആണ്. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ്. ഇത് എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അസറ്റിന്റെ അണ്ടറിലാണ് ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും വരുന്നത്. ഫിക്സഡ് അസറ്റിലാണ് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ഒക്കെ ഫിക്സഡ് അസറ്റ്സിലാണ് വരുന്നത്. കറണ്ട് അസറ്റ്സിൽ എന്തൊക്കെ വരും? ക്യാഷ്, ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ കറണ്ട് അസറ്റ്സിൽ വരും. ലയബിലിറ്റി, അടുത്ത ഗ്രൂപ്പ് എന്താണ്? ലയബിലിറ്റീസ്. ഓക്കെ, അപ്പൊ നമ്മൾ ലയബിലിറ്റീസിനെ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് നോക്കാം. ലയബിലിറ്റീസിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്?
ലോൺസ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ലോൺസ് ആൻഡ് ലയബിലിറ്റീസിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? സെക്യൂർഡ് ലോൺ, അൺസെക്യൂർഡ് ലോൺ ഒക്കെ നമ്മുടെ ലോൺസ് ആൻഡ് ലയബിലിറ്റീസിലാണ് വരുന്നത്. ലോൺസ് ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രൈമറി ഗ്രൂപ്പാണ്. അതിനുള്ളിൽ വരുന്ന സബ് ഗ്രൂപ്പാണ് സെക്യൂർഡ് ലോൺ, അൺസെക്യൂർഡ് ലോൺ എന്നൊക്കെ പറയുന്നത്. പിന്നെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻസ്, ബാഡ് ഡെപ്റ്റ്സ്, ഇതൊക്കെ നമ്മുടെ എന്താണ്? ലയബിലിറ്റീസിൽ വരുന്ന ഗ്രൂപ്പുകളാണ്. ലയബിലിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ഗ്രൂപ്പ് എന്താ? ഇക്വേഷനിൽ വരുന്ന അടുത്തത് എന്താണ്? ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ തന്നെ എന്തൊക്കെ വരുന്നുണ്ട്? ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ +1 പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഗ്രൂപ്പിംഗ് എങ്ങനെയാ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇപ്പൊ നമ്മുടെ ഈ ടോപ്പിക്കിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താ വരുന്നത്? റവന്യൂസ് അഥവാ ഇൻകം. ഓക്കെ, എന്തൊക്കെ തരത്തിലാണ് നമുക്കൊരു ബിസിനസ്സിലേക്ക് ഇൻകം വരുന്നത്? ഫസ്റ്റ് വൺ സെയിൽസ് അല്ലെ. നമ്മളിപ്പോ ഒരു ഫർണിച്ചർ ഷോപ്പ് ആണെങ്കിൽ ഫർണിച്ചർ സെയിൽ ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണല്ലോ പ്രധാനപ്പെട്ട നമ്മുടെ ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. സോ സെയിൽസ് നിന്ന് കിട്ടുന്ന ഇൻകം നമ്മൾ എന്തിന്റെ അണ്ടറിൽ വരും? റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്നുള്ളതിന്റെ അണ്ടറിലാണ് നമ്മൾ ഇടുന്നത്. പിന്നെ അതർ ഇൻകം. അതർ ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്? കമ്മീഷൻ കിട്ടുക, ഇതൊക്കെ നമ്മുടെ അതർ ഇൻകത്തിന് എക്സാമ്പിൾ ആണ്. ഇൻകത്തിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് സെയിൽസ്, അതർ ഇൻകം എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നതൊക്കെ റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്നുള്ള ഗ്രൂപ്പിലാണ്. ഫൈൻ. നെക്സ്റ്റ് എന്താണ്? എക്സ്പെൻസസ്. നമുക്ക് ബിസിനസ്സിൽ വരുന്ന എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ടോ അതൊക്കെ നമ്മൾ എന്തിലിടും? ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ വരുന്ന എക്സ്പെൻസിനെ നമ്മൾ എന്തിൻ്റെ അകത്തിടും? എക്സ്പെൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് മാറ്റും. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട് അല്ലെ. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസിനെ ഒക്കെ എന്തെന്ന് പറയും? ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയും. ഓഫീസ് പർപ്പസിന് യൂസ് ചെയ്യുന്ന എക്സ്പെൻസിനെ ഒക്കെ എന്ത് പറയും? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയും. സാലറി, റെന്റ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന് എക്സാമ്പിൾ ആണ്. വേജസ് ഒക്കെ നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസസിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? മെറ്റീരിയൽ കൺസ്യൂം, സാലറി ആൻഡ് വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ഇതൊക്കെ നമ്മുടെ എക്സ്പെൻസസിന്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസ്, ഇങ്ങനെ 5 ഗ്രൂപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഓരോ ഗ്രൂപ്പിന്റെ ഉള്ളിലും എന്തൊക്കെ വരും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ പറഞ്ഞത്. അപ്പൊ ഇതും നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് എന്ന് എടുത്തു പറയാൻ പറ്റില്ല. നമ്മൾ കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ള ടോപ്പിക്സുകളാണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്സ് തന്നെയാണ്. എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് ബ്രീഫായിട്ട് കൊടുക്കുക. അതിനുശേഷം എന്താണ് ടോപ്പിക്, ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിക്കുക. ഇപ്പൊ ഫീച്ചേഴ്സ് ആണെങ്കിൽ എന്തൊക്കെയാണ് 5 ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഗ്രൂപ്പിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് അത് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് ഫസ്റ്റ് ചാപ്റ്ററിന് 3 മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. അതുവരേക്കും ബൈ.